തീർച്ചയായും. അതുപോലെ തന്നെ സാറിൻ്റെ സൗണ്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ബൈബിൾ റീഡിങ്സ് വഴിയായിട്ട്. ഇപ്പം നമ്മളൊരു ന്യൂ ജനറേഷനിൽ ബൈബിൾ നമ്മളെല്ലാവരും പള്ളിയിൽ കൊണ്ടുവരും. പക്ഷേ നമുക്കൊരു ഈസി ആക്സസിബിലിറ്റി ആണല്ലോ നമുക്കെല്ലാം. അപ്പം ഞാനിങ്ങനെ ഓഡിയോ ബൈബിളിനെ കുറിച്ച് കേട്ടു താങ്കളുടെ. അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാമോ? തീർച്ചയായിട്ടും. ഓഡിയോ ബൈബിൾ എൻ്റെ വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പരിസമാപ്തിയായിരുന്നു. അത് തീർന്നിട്ടില്ല. പുതിയ നിയമവും സങ്കീർത്തനവും സദൃശവാക്യങ്ങളും അടങ്ങിയ ആ പോർഷനാണ് ഇപ്പം ആദ്യമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ റെക്കോർഡിങ് തുടങ്ങി. ഞാൻ POC വേർഷൻ ബൈബിള് അത് ഞാൻ ഫുൾ റീഡ് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾ 4-5 വർഷം കൊണ്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് ഈ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളും കൂടെ ചെയ്യണമെന്നുണ്ടായ എൻ്റെ ഒരു ആഗ്രഹമാണത്. അപ്പം എനിക്ക് ദൈവം തന്നൊരു ശബ്ദം, അത് ഇപ്പോൾ ഓഡിയോ ബൈബിളിൽ ചിലതുണ്ട് മലയാളത്തിൽ. പക്ഷേ അത് കേട്ടിട്ട് എനിക്കൊരു അവരാരും ചെയ്ത വർക്കിനെ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയുകയല്ല. പക്ഷെ അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്കതൊരു കേൾക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് പക്ഷേ മറ്റു പലർക്കും അത് പ്രയോജനകരമായി തീർന്നിട്ടുണ്ടാവാം. എൻ്റെ ചിന്തകൾ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ടാവാം. ഇത് ഒരു കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ചെയ്ത വർക്കുകളൊക്കെ നല്ലതാണ്, അതിനെയൊന്നും ഞാൻ ഒന്നും കുറച്ച് കാണുകത്തില്ല. പക്ഷെ എനിക്ക് ഐ വോണ്ട് ടു മേക്ക് എ പ്രൊഫഷണൽ, ഒരു മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലത്തക്ക രീതിയിലൊരു ഓഡിയോ ബൈബിൾ ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൻ്റെ ബാക്കി പത്രമാണത്. അതിനെ ഒരുപാട് സമയം ചിലവാക്കി. ഒരു വർഷം അതിൻ്റെ ഒന്നല്ല അതിലധികം സമയം അതിനുവേണ്ടി ചിലവാക്കി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. ആ സുഹൃത്ത് ഒരു സ്റ്റുഡിയോ ആരംഭിക്കാനായിട്ട് അമേരിക്കയിൽ ചില വർഷങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നൊരു ചെറിയ സ്റ്റുഡിയോ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിക്കുന്ന. വീട്ടിലൊരു സ്റ്റുഡിയോ തുടങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയത് ഞാനാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ഈ ഗ്രാമപ്രദേശത്തിന് സ്റ്റുഡിയോ, ഇവിടെ ആരും ഒന്ന് വർക്ക് ചെയ്യാനാണ്, ഇതിൻ്റെ ആവശ്യമില്ല, നീ മണ്ടത്തരാണ് കാണിക്കുന്നത്, ചെയ്യരുത്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ഷെല്ലി എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. ഷെല്ലി പറഞ്ഞിട്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാൻ, ഇനി പുറത്തുനിന്ന് വർക്ക് വന്നില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് വല്ലപ്പോഴൊക്കെ പാടാമല്ലോ. അവനും സിംഗറാണ്. അപ്പോൾ അവന് കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ മുടക്കി ഈ സ്റ്റുഡിയോ ഞാനത് ചെയ്യരുത്. എന്നിട്ടും അവൻ ചെയ്തു. ദൈവത്തിൻ്റെ ഓരോ വഴികൾ ഞാൻ ആലോചിക്കായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഈ ബൈബിളിൻ്റെ റെക്കോർഡിങ് മാത്രമേ നടന്നുള്ളൂ. വളരെ ചുരുക്കം 1-2 ചെറിയ വോയിസ് ഓവറുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളൂ. കാര്യം വേറെ വർക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ കുറേ നാളുകളായിട്ട് ബൈബിൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം എനിക്ക് ഈസിയായിട്ട് ചെല്ലാവുന്നൊരു, എൻ്റെ സമയത്തിന് ചെന്ന് റെക്കോർഡ് ചെയ്യാവുന്നൊരു സ്റ്റുഡിയോ, വീടിനടുത്തുള്ളൊരു സ്റ്റുഡിയോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, അപ്പം അതിനുവേണ്ടി ഒരു ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമായിരുന്നു അത്. അതുപോലെ ഇത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ഈ ബൈബിള് മൈക്കിൻ്റെ മുൻപിൽ നമ്മളൊരു മൈക്കുമായിട്ടൊരു ഒരു കൃത്യമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ അതിൻ്റെ പുറകിൽ ബൈബിൾ സെറ്റ് ചെയ്യുന്നു, അത് വായിക്കണം. ഞാനൊരു സാധാരണ ബൈബിൾ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അത്രയും ദൂരമുണ്ട് ബൈബിള്, സ്മോൾ ബൈബിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഷെല്ലി എന്നോട് പറഞ്ഞു, നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്, വലുതായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമുക്ക് സ്റ്റാൻഡിൽ വെച്ച് വായിക്കാം. അപ്പോൾ അന്ന് നടന്നില്ല അവർക്ക്. കഷ്ടപ്പെട്ടൊക്കെ ഒരു അധ്യായമൊക്കെ വായിച്ചിട്ട് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് കുറേ നാളുകളായിട്ട് തുറക്കാതിരുന്നൊരു ഷെൽഫ് എന്തോ ആവശ്യത്തിന് തപ്പിച്ചെന്നപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ എക്സിബിഷൻ ഞാൻ പോയപ്പോൾ ബൈബിൾ സൊസൈറ്റി ഒരു സെൻറ്റിനറി എഡീഷൻ ബൈബിൾ പബ്ലിഷ് ചെയ്തിരുന്നു. ദാറ്റ് വാസ് എ ഹ്യൂജ് ബൈബിൾ. അതിന് ഒരു നോർത്ത് വെച്ചാൽ എത്രയുണ്ടത്. ദാറ്റ് വാസ് ഹ്യൂജ്, വലിയ ലെറ്റേഴ്സാണ്. അത് 12 വർഷം മുമ്പ് ഒരു കൗതുകത്തിന് വാങ്ങി ഈ ഷെൽഫിൽ കൊണ്ട് വെച്ചിട്ട് ഞാനത് മറന്നു. 12 വർഷം അത് ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഷെൽഫ് തുറന്നപ്പോൾ ഈ ബൈബിൾ ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ദൈവം അന്ന് എന്നെ കൊണ്ട് വാങ്ങിച്ചത് ഇതിനു വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു 12 വർഷമായിട്ട് കാണാത്ത ഒരു ബൈബിള് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഇത് ദൈവഹിതമാണെന്ന് എനിക്ക് മനസ്സിലായ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അവിടെ വോയിസ് എടുത്തു, വേറൊരു സ്റ്റുഡിയോയിലെ വോയിസ് ഒരു ക്ലീനിങ് കാര്യങ്ങൾ, പിന്നെ മ്യൂസിക് മിക്സിങ്,
എൻ്റെ ഫ്രണ്ട്സ് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. അവർ ഓരോ ബുക്കിനും ഓരോ തീം അനുസരിച്ച് അതിന് മ്യൂസിക് ചെയ്തു. യൂട്യൂബിന് വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് വിഷ്വൽ എടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരു നല്ല പ്രോഡക്റ്റായിട്ട് കേരളത്തിൽ വെച്ച് നവംബർ 4-ാം തീയതി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ CSI മധ്യ കേരള ബിഷപ്പ് സാബു മലയിൽ കോശി, പിന്നെ ഗീവർഗീസ് മാർ കൂർലോസ്, പിന്നെ വർഗീസ് കുര്യൻ, ജോൺ പി തോമസ്, അങ്ങനെയുള്ള വർഗീസ് മത്തായി, രാജു പൂക്കൽ, അങ്ങനെയുള്ള അനേക ദേവദാസന്മാരുടെ മധ്യത്തിൽ അത് വളരെ മനോഹരമായിട്ടൊരു റിലീസ് ഫംഗ്ഷനൊക്കെ നടത്തി ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അതിനെക്കുറിച്ചൊക്കെ മനോരമയിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുണ്ടായി. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ വർക്കുകൾ ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് എനിക്കൊരു കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ സഹായിച്ചാണ് ഈ ബൈബിൾ ഞാൻ റെക്കോർഡ് ചെയ്തത്. ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. സ്റ്റുഡിയോ റെൻ്റുണ്ട്, പിന്നെ ഇതിൻ്റെ വേറെ സ്റ്റുഡിയോയിലുള്ള വർക്കുണ്ട്, മ്യൂസിക് ചെയ്യണം, വീഡിയോ ചെയ്യണം, ഇത് എഡിറ്റ് ചെയ്യണം, ഇത് മണിക്കൂറുകൾ വേണം എഡിറ്റ് ചെയ്ത് തീരാൻ. അപ്പം ഇതിനെല്ലാം പെൻഡ്രൈവ് കോപ്പി ചെയ്യണം, എനിക്ക് ഒരുപാട് പണം വേണം. ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ തന്നതാണ്, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ തന്നാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് ഇതിനകത്ത് എന്തെങ്കിലും കിട്ടണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. ഞങ്ങളിത് ഒരു പെൻഡ്രൈവ് മാത്രമേ ഇത് വിൽക്കാനുള്ളൂ. ബാക്കി യൂട്യൂബ് ഫ്രീ ആണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്, ഇതെല്ലാം ഫ്രീയാണ്. പെൻഡ്രൈവ് എന്തുകൊണ്ടാണ് വിൽക്കുന്നത് ചോദിച്ചാൽ, ഒരു പെൻഡ്രൈവ് നമ്മൾ ഒരു 600 രൂപയ്ക്കോ 700 രൂപയ്ക്കോ വിറ്റാൽ അതിനകത്ത് നിന്നൊരു മാർജിൻ കിട്ടും. ആ മാർജിൻ കൊണ്ട് വേറൊരു പെൻഡ്രൈവ് കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ബൈബിള് എത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ, അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് റെക്കോർഡിങ്ങിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ പെൻഡ്രൈവ് വിൽക്കാൻ കാരണം. ബൈബിളിന് ഓഡിയോ ബൈബിളിന് ഒരുപാട് സാധ്യതകളുണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കാഴ്ച മങ്ങിയവരുണ്ട്, വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ട്, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് എഴുന്നേറ്റിരുന്ന് വായിക്കാൻ കഴിയില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ലാത്ത ആളുകളുണ്ട്. അവർ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിലോ കാറിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം 4 മണിക്കൂർ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ഇത് വളരെ മനോഹരമായിട്ട് കേൾക്കാം. വെറുതെ വായിച്ചിരിക്കുകയല്ല, അത് വളരെ ഒരു കൊടുക്കേണ്ട എക്സ്പ്രഷൻസ് കൊടുത്ത്, ഇപ്പം സദൃശവാക്യങ്ങൾ ഒരു ഉപദേശ രൂപേണ, സുവിശേഷങ്ങൾ വായിച്ചിരിക്കുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ്. ലേഖനങ്ങൾ അല്പം കൂടി സീരിയസ് ആയിട്ട് വായിച്ചു, സങ്കീർത്തനങ്ങൾക്ക് വേറൊരു മോഡുലേഷൻ, അങ്ങനെ വായിച്ചിരിക്കുന്നുണ്ട്. ആളുകൾക്ക് ഇത് മടുക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ദൗത്യം, അതും ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതിൽ ഐ എം ഹാപ്പി ദാറ്റ് ഇവിടെ വന്ന് നിങ്ങളുടെ ചർച്ചിലെ അച്ഛനെ കൊണ്ട് അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ഇനി അത് ആളുകൾക്ക് മാക്സിമം അത് പ്രൊമോട്ട് ചെയ്യണം. ഇപ്പം അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. iOS-ൻ്റെ വർക്കുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകൾ പരമാവധി അത് ഡൗൺലോഡ് ചെയ്യണം. അത് ഫ്രീ ആണ്, ഒരു പൈസ പോലും അതിന് മുടക്കില്ല. അപ്പം അതുകൊണ്ട് അത് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുകയും ആളുകളോട് പറയുകയൊക്കെ ചെയ്യണം. അതാണ് ആഗ്രഹം. ഞാൻ ഫുൾ ബൈബിൾ ചെയ്യണമെന്നാണ് ദൈവം ആയുസ് തന്നാൽ. അത് എൻ്റെ അടുത്തൊരു മനസ്സിൻ്റെ ആഗ്രഹം അതാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കോർഡിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും താങ്കൾക്ക് പറ്റും.